മോർണിംഗ് ഓൾ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ സോൾജിയർ എൻട്രിയിൽ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രവേശനം നേടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സ്ലൈഡ് ഷോ വീഡിയോ റെക്കോർഡിങ്ങുമായിട്ടാണ്. സോ we will start our presentation now. A career in the Indian Army. രണ്ട് തരത്തിൽ ആർമിയിൽ നമുക്ക് യുവാക്കൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് ആസ് എ കമ്മീഷൻഡ് ഓഫീസർ, രണ്ടാമത്തത് ആസ് എ സോൾജിയർ. ഇന്ന് ഇവിടുത്തെ ക്ലാസ്സിൽ പറയണത് എങ്ങനെയാണ് ഒരു സോൾജിയർ ആയിട്ട് നമ്മുടെ യുവാക്കൾക്ക് ആർമിയിൽ കയറാൻ സാധിക്കുക. സാധാരണ സോൾജിയർ എൻട്രിക്ക് വേണ്ടി ആർമി ഓരോ വർഷവും 2 വീതം ഓപ്പൺ റാലികൾ സംഘടിപ്പിക്കും. കേരളത്തിൽ 2 മേഖലകളായി തിരിച്ചിട്ടാണ് ഇത് സംഘടിപ്പിക്കാറ്. കോഴിക്കോട് ഓഫീസുണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം ഓഫീസിൻ്റെയും നേതൃത്വത്തിൽ. ഓപ്പൺ റാലി എന്ന് പറയാൻ കാരണം ഇത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്നത്. വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സാണ്. പൊതുവേ ആൾക്കാർ പറയും എന്തെങ്കിലും സ്വാധീനത്തിലൂടെ പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഈ ഓപ്പൺ റാലി വളരെ സുതാര്യമാണ്, ആർക്കും ഇതിൽ കൈകടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരം ചതിക്കുഴിയിൽ വീഴരുത് എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. സോൾജിയർ എൻട്രിക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്ക് റാലിയിൽ പങ്കെടുക്കണം. റാലി സാധാരണ അതായത് സ്ഥലത്തുള്ള ലോക്കൽ മീഡിയയിലൂടെ കൺവേ ചെയ്യും. റാലി ഇന്നേ ദിവസം ഉണ്ടെന്ന് എല്ലാവരെയും കാലേ കൂട്ടി തന്നെ ആർമി അറിയിക്കാറുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്ന ആൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. 5 കാറ്റഗറിയിലായിട്ടാണ് സാധാരണ സോൾജിയർ എൻട്രി ഉണ്ടാവുക. 1 സോൾജിയർ ജനറൽ ഡ്യൂട്ടി, 2 സോൾജിയർ ടെക്നിക്കൽ, 3 സോൾജിയർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, 4 സോൾജിയർ ക്ലർക്ക് ബാർ സ്റ്റോർ കീപ്പർ, 5 സോൾജിയർ ട്രേഡ്സ്മാൻ. ഇനി ഓരോ വിഭാഗത്തിലേക്കും എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സോൾജിയർ ജനറൽ ഡ്യൂട്ടി. ഏജ് കാറ്റഗറി 17.5 മുതൽ 21 വരെ. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 17.5 വയസ്സിന് താഴെ ഉള്ളവർക്കും സാധിക്കില്ല. 17.5 മുതൽ 18 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ അവർ രക്ഷിതാക്കളുടെ സമ്മതപത്രം റാലിയുടെ ദിവസം ഹാജരാക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 17.5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഹൈറ്റ് 166 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 50 കിലോ, ചെസ്റ്റ് 77-82 സെൻറ്റിമീറ്റർ. അതായത് 77 നോർമൽ, 82 എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SSLC വിത്ത് 45% മാർക്സ് അഗ്രിഗേറ്റ്, ഈച്ച് സബ്ജക്റ്റ് 32 ആൻഡ് അബവ്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ D+ ഉള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിന് മുകളിലുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. D+ ആണെങ്കിൽ മറ്റ് കാറ്റഗറിയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് 10ാം ക്ലാസ്സുകാർക്കുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ 21 വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ ജനറൽ ഡ്യൂട്ടിയാണ്. അടുത്തത് സോൾജിയർ ടെക്നിക്കൽ. 17.5 മുതൽ 23 വയസ്സ് വരെ. GDക്കാണെങ്കിൽ 17 മുതൽ 21 ആണെങ്കിൽ ടെക്നിക്കലിന് 23 വയസ്സ് വരെ വേണം. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ, വെയ്റ്റ് 50 കിലോ, ചെസ്റ്റ് 77-82. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലാണ് മാറ്റമുള്ളത്. ഇതിൽ +2 ആവശ്യമാണ്. +2 സയൻസ് തന്നെ പഠിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. മൊത്തത്തിൽ 50% മാർക്ക്, ഓരോ വിഷയത്തിലും 40% മിനിമം തികച്ചിരിക്കണം. ഒരു +2 സയൻസ്, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത വിദ്യാർത്ഥിക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് നല്ലത്.
അയാൾ 21 വയസ്സിന് താഴെയാണെങ്കിൽ GDക്കും പോവാം. പക്ഷേ ടെക്നിക്കലിന് പോയി കഴിഞ്ഞാൽ അയാളുടെ യോഗ്യതക്കനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കും. അടുത്തത് സോൾജിയർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഇതിൽ ഏജ് ടെക്നിക്കലിനെ പോലെ തന്നെ 17 മുതൽ 23, ഹൈറ്റ് 165, വെയ്റ്റ് 50 kg, ചെസ്റ്റ് 77-82. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ +2 വേണം, സയൻസ് വിത്ത് ബയോളജി വേണം. ടെക്നിക്കലിന് എന്തായിരുന്നു? ഒന്നുകിൽ ബയോളജി ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആവാം. പക്ഷേ ഇവിടെ നിർബന്ധമായും ബയോളജി വേണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്. 50% മാർക്ക്, 40% പ്രത്യേക വിഷയത്തിൽ, ഓരോ വിഷയത്തിലും. അടുത്തത് സോൾജിയർ ക്ലർക്ക് ബാർ സ്റ്റോർ കീപ്പർ. 23 വയസ്സ് വരെ കുട്ടികൾക്ക് പങ്കെടുക്കാം. ഹൈറ്റ് 162, വെയ്റ്റ് 50 kg, ചെസ്റ്റ് 77-82. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിൽ +2ൻ്റെ എല്ലാ ആൾക്കാർക്കും പങ്കെടുക്കാം. കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും +2 വിത്ത് 50% അഗ്രിഗേറ്റ് മാർക്സ്. ഇതാണ് യോഗ്യത. ഓരോ വിഭാഗത്തിൻ്റെയും പരീക്ഷയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് GD കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരിക്കും. ടെക്നിക്കലും നഴ്സിംഗ് അസിസ്റ്റൻറ്റും ക്ലർക്കും കുറച്ചുകൂടെ ടഫായിരിക്കും. കാരണം അതിൻ്റെ യോഗ്യത +2 ആണ്. ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യമുണ്ട്. ടെക്നിക്കലിൻ്റെ പരീക്ഷയ്ക്ക് ഫിസിക്സിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്നാൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ആണെങ്കിൽ ബയോളജിക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം രീതിയിലുള്ള പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ആ സിലബസിനനുസരിച്ച് വേണം തയ്യാറെടുക്കാൻ. അടുത്തത് അവസാനത്തെ ട്രേഡാണ് സോൾജിയർ ട്രേഡ്സ്മാൻ. നേരത്തെ പറഞ്ഞല്ലോ, D+ ഉള്ളവർക്ക് നമ്മുടെ GDയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവർ SLC മാത്രമേ ഉള്ളൂ, D+ ഉണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ട്രേഡ്സ്മാനിൽ പങ്കെടുക്കാം. അതിൻ്റെ യോഗ്യത SSLC ഓർ 8 പാസ്. അതായത് ട്രേഡ്സ്മാനിൽ തന്നെ ചിലത് 10ാം ക്ലാസ് ആയാലും ചില ട്രേഡുകൾ 8ാം ക്ലാസ് ആയാലും ഒക്കെ മതി. അതിന് ഹൈറ്റ് 160 cm, വെയ്റ്റ് 2 കിലോ കുറവുണ്ട്, 48 കിലോ, ചെസ്റ്റ് 76-81. നേരത്തെ 77-82 ആയിരുന്നു, ഇവിടെ 76-81. 5 cm എക്സ്പാൻഷൻ നിർബന്ധം. ഇതിൻ്റെ പരീക്ഷ GDനേക്കാൾ കുറച്ചുകൂടെ ലളിതമായിരിക്കും. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള 5 ട്രേഡ്. ഓരോ ആളുടെ വിദ്യാഭ്യാസ ശാരീരിക യോഗ്യതക്കനുസരിച്ചിട്ട് വേണം അവരവരുടെ ട്രേഡിന് തയ്യാറാവാൻ. ഓരോ ദിവസവും പ്രത്യേകം സമയം പറഞ്ഞിട്ടുണ്ടാവും ഈ ട്രേഡിനുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം റാലിക്ക് പോവുക. ഇനി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? റിക്രൂട്ട്മെൻറ്റ് റാലി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ ഡോക്യുമെൻറ്റേഷനാണ് ആദ്യം. നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉള്ളിലേക്ക് വിടുള്ളൂ. എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ സംസാരിക്കാം. 2 ഫിസിക്കൽ മെഷർമെൻറ്റ്. നേരത്തെ പറഞ്ഞ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യും. അതാണ് ഫിസിക്കൽ മെഷർമെൻറ്റ്. 3ാമത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അതാണ് കായികക്ഷമതാ പരീക്ഷ. അതെന്തൊക്കെയാണെന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം. 4ാമത് മെഡിക്കൽ ടെസ്റ്റ്. മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് മെഡിക്കൽ ടീമായിരിക്കും. അതിൽ ഡോക്ടേഴ്സും നഴ്സസും നഴ്സിംഗ് അസിസ്റ്റൻസൊക്കെ അടങ്ങിയ ഒരു വലിയ ടീമായിരിക്കും നിങ്ങളുടെ മെഡിക്കൽ കാര്യങ്ങൾ നോക്കുന്നത്. റീമെഡിക്കൽ ആവുന്ന ചില കേസസൊക്കെ വരും. ചില ആളുകൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കില്ല, അൺഫിറ്റ് ആവാം, അല്ലെങ്കിൽ റീമെഡിക്കൽ കിട്ടാം. അതായത്
മെഡിക്കലിന് കിട്ടാത്തവർ ഹയർ മെഡിക്കൽ അതോറിറ്റിയിൽ പോയിട്ട് റീമെഡിക്കൽ ചെയ്ത് ഫിറ്റായി വരേണ്ടതുണ്ട്. 5ാമത് റിട്ടൺ ടെസ്റ്റ്. റാലിയിൽ പൊതുവെ നടക്കുന്ന കാര്യം ആദ്യത്തെ 4 ഒരുമിച്ച് നടക്കും. റിട്ടൺ ടെസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഫിസിക്കലും മെഡിക്കലും പാസ്സായവരെ 1 മാസം കഴിഞ്ഞിട്ടാണ് റിട്ടൺ ടെസ്റ്റിനെ വിളിക്കാറ്. അടുത്തത് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. SSLC +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കണം, കോപ്പി പ്രത്യേകം കൊണ്ടുപോകേണ്ടതുണ്ട്, ഒറിജിനൽ നിർബന്ധമാണ്. SSLCയുടെയും +2യുടെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. 15 കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം വില്ലേജ് ഓഫീസർ. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രം പോലീസ് സ്റ്റേഷൻ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം തയ്യാറെടുക്കുന്നവർ. നേറ്റിവിറ്റിയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നിർബന്ധമായും അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ വില്ലേജിൻ്റെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നേറ്റിവിറ്റിയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നേടാവുന്നതാണ്. NCC സർട്ടിഫിക്കറ്റ്, ഇതിൽ ചില NCC കാഡറ്റ്സ് ഉണ്ടെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റുകൾ കൂടെ കൊണ്ടുപോവുക. പാരൻറ്റ് കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഫ് ഏജ്ഡ് ബിലോ 18. നേരത്തെ പറഞ്ഞു 17 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രത്യേക ടൈമിലുള്ള വിദ്യാർത്ഥികൾ അവരുടെ പാരൻറ്റ് കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് മുദ്രക്കടലാസിൽ നോട്ടറിയുടെ മുന്നിൽ വെച്ച് സൈൻ ചെയ്തിട്ട് നോട്ടറി സീലൊക്കെ വെച്ച് കിട്ടുന്നതാണ്. അത് അടുത്തുള്ള ഏതെങ്കിലും ഒരു നോട്ടറി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് അവർക്കിതൊക്കെ കുറേ കാലമായി ചെയ്യുന്നതാണ്, വളരെ എളുപ്പമാണ്. റിലേഷൻ സർട്ടിഫിക്കറ്റ്. ചില കുട്ടികൾ എക്സ് സർവീസന്മാരുടെ മക്കളായിരിക്കും, അവർ അവരുടെ റിലേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ അവരുടെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും. 8ാമത്തത് കാര്യം, എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇംഗ്ലീഷിൽ വേണം കൊണ്ടുപോകാൻ. കാരണം റാലിയിൽ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ തന്നെ മലയാളികളാവില്ല, അവർക്കിത് കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ഉള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ചില സമയത്ത് വില്ലേജ് ഓഫീസർ മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ അവർ അത് അങ്ങനെയല്ല, ഇങ്ങനെ വേണമെന്ന് അവരോട് പറയാവുന്നതാണ്. അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. 4 കാര്യങ്ങളാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ശ്രദ്ധിക്കുക. റണ്ണിങ് 1.6 കിലോമീറ്റേഴ്സ്, 1.6 കിലോമീറ്റർ, 1 മൈൽ ഓട്ടം 5 മിനിറ്റ് 40 സെക്കൻഡ്. അത് എക്സലൻറ്റ് ടൈമിംഗ് ആണ്. ആ ടൈമിങ്ങിന് വേണ്ടി തന്നെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ സാധ്യത വളരെ കൂടും. 5 മിനിറ്റ് 40 സെക്കൻഡ്സ്. 2ാമത്തത് പുള്ളപ്പാണ്. പുള്ളപ്പ് 10 എണ്ണം. പുള്ളപ്പ് 10 എണ്ണം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ്, ഒരു ബാറ് കെട്ടിയിട്ടുണ്ടാവും, അതിലെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു 3 ആൾക്കാരൊക്കെ ഒരുമിച്ച് പുള്ളപ്പ് എടുക്കും. അവരുടെ എണ്ണത്തിനനുസരിച്ച് വേണം നമ്മൾ പുള്ളപ്പ് എടുക്കാൻ വേണ്ടി. അപ്പ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് കൗണ്ട് ചെയ്തോളും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അവരുടെ കൗണ്ടിനനുസരിച്ചിട്ട്. അതുകൊണ്ട് അതിന് പ്രത്യേക പരിശീലനം നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് വളരെ എളുപ്പമുള്ള കാര്യമാണ് 9 ഫീറ്റ് ഡിച്ച്. 9 ഫീറ്റ് ഡിച്ച് ഒരു 9 അടി നീളമുള്ള ഒരു ഡിച്ച് കുഴി ഉണ്ടാവും. ആ കുഴി ചാടിക്കിടക്കുക. സാധാരണ ലോങ് ജമ്പ് നമ്മൾ ചെയ്യാറുള്ളതാണ്. ലോങ് ജമ്പ് നമ്മൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണിട്ടൊക്കെയാണ് നമ്മൾ ജമ്പ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ ചെറിയ ഒരു ദൂരമാണ് 9 ഫീറ്റ്. ഏത് ആരോഗ്യമുള്ള യുവാവിനും വളരെ എളുപ്പം ചാടിക്കിടക്കാവുന്നതാണ് 9 ഫീറ്റ് ഡിച്ച് ക്രോസിങ്. അടുത്തത് ബാലൻസ് വാക്ക്. സിക്സാഗ് ആയിട്ടുള്ള കുറച്ച് ഉയരമുള്ള ഒരു പ്രതലത്തിലൂടെ ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റും. സാധാരണ നമ്മൾ റെയിലിൻ്റെ മുകളിലൂടെയൊക്കെ ബാലൻസ് ചെയ്ത് നടക്കുന്ന ശീലം നമുക്കൊക്കെ ഉണ്ട്. അതൊക്കെ അപകടകരമാണ്, എങ്കിൽ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുപോലുള്ള ഒരു സിക്സാഗ് രൂപത്തിലുള്ള കുറച്ച് ഹൈറ്റ്, ഒരു 2 അടി മുകളിലുള്ള ഉയരത്തിലുള്ള ബാലൻസ് വാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതും എളുപ്പം ചെയ്യാവുന്നതാണ്. ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആർമിയെ സംബന്ധിച്ചിടത്തോളം വളരെ
പ്രധാനമുള്ളതാണ്. കാരണം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായാൽ മാത്രമേ റിട്ടൺ എക്സാമിനേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇനമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അടുത്തത് ബെനിഫിറ്റുകളാണ്. എന്താണ് ആർമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്? ഫ്രീ റേഷൻ, കാന ഫ്രീ, കപ്പട ഫ്രീ, ദവായി ഫ്രീ, ചലോ ചലോ മിലിറ്ററി മേം. ഇങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രീ റേഷൻ, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ്. ക്യാൻറ്റീൻ ഫെസിലിറ്റി നമുക്കറിയാം, വളരെ വില കുറഞ്ഞ് നല്ല ബ്രാൻഡഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. 60 days ഓഫ് ആനുവൽ ലീവ്, 60 ദിവസത്തെ ആനുവൽ ലീവ്, 30 ദിവസത്തെ കാഷ്വൽ ലീവ്, ഫ്രീ വാറൻറ്റ് ടു ട്രാവൽ ഹോം, വീട്ടിലേക്ക് 2 പ്രാവശ്യം വരാൻ ഉള്ള ട്രെയിൻ ടിക്കറ്റ് ഫ്രീ ആണ്. 50% കൺസെഷൻ ഇൻ ഇന്ത്യൻ എയർലൈൻസ്. ഈ സ്ലൈഡ് കുറച്ച് പഴയതായതുകൊണ്ടാണ്, ഇന്ത്യൻ എയർലൈൻസ് ഇപ്പം ഇല്ല, പക്ഷേ പല ഫ്ലൈറ്റിലും 50% കൺസെഷൻ ഉണ്ട്. അതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീൻ്റെ ഇടയിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാലുള്ള ഇൻഷുറൻസ് സംരക്ഷണം കൂടെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ആദ്യം സംസാരിച്ചത്. എങ്ങനെയാണ് ഒരു സോൾജറായിട്ട് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ. ഓപ്പൺ റാലി ആണ്. ഓപ്പൺ റാലിയിൽ നടക്കണ ഡോക്യുമെൻറ്റേഷൻ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഡോക്യുമെൻറ്റ്സ് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്ലൈഡ് ഷോയിലൂടെ സംസാരിച്ചു. അതുകൊണ്ട് ഇത് കേട്ടതിന് ശേഷം എല്ലാവരും ഇതിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. എങ്കിലും അറിയാത്ത പേര് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇത്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ഒരു വീഡിയോയിലൂടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചതാണ്. ഈ ടെക്നോളജിയുടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരറിവും കൂടെ ഇത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ഇത് കേട്ടിരിക്കണ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി ചെയ്യൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അവസരം ഉപയോഗപ്പെടുത്തി രാജ്യത്തിൻ്റെ കാവൽ ഭടനാവാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.